കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവീലച്ച് നമ്മുടെ ഒപ്പമുണ്ട്. അച്ഛാ, PFIയുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഈ ഇടയ്ക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതുമായിട്ടുള്ള ഒരു നിലപാട് ഒന്ന് വ്യക്തമാക്കാമോ? അപ്രകാരം ഒരു ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആദ്യമേ തോന്നുന്ന ഒരു വലിയ ഭീതിയാണ്, ഭയമാണ്. കാരണം സ്വതന്ത്രമായി ഭാരതത്തിൽ സ്നേഹത്തോടെ പരസ്പര സഹിഷ്ണുതയോടെ ജീവിക്കേണ്ട ജനതകളിൽ ഇപ്രകാരം വർഗീയത കലർന്ന നിലപാടുകളോടെ മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യാനുള്ള ചിന്ത ആരുടെ പക്ഷത്തു നിന്നുണ്ടായാലും അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതല്ല നമുക്കിവിടെ വേണ്ടത്. നമ്മുടെ ഈ മതേതര ജനാധിപത്യ രാജ്യത്തിൽ എല്ലാ മതങ്ങൾക്കും തുല്യമായ പ്രാധാന്യമാണുള്ളത്. ഒരു മതവും മറ്റൊരു മതത്തെ ഇല്ലാതാക്കാൻ ഒരിക്കലും പരിശ്രമിക്കാൻ പാടില്ല. മതങ്ങളെല്ലാം ആത്യന്തികമായിട്ടും ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെയാണ് കാണിക്കേണ്ടത്. ദൈവത്തോടുള്ള ബന്ധം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ബന്ധമാണ്. മനുഷ്യർ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അല്ലാതെ ആരെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരിക്കരുത് മതങ്ങളുടെ ലക്ഷ്യം. അപ്രകാരം നടക്കേണ്ടത് അത് മതമല്ല എന്ന് പറയാനാണ് എനിക്കാഗ്രഹം. ഒരു മതവും മനുഷ്യനെ ഇല്ലാതാക്കാൻ പഠിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പഠിപ്പിച്ചാൽ അത് മതത്തിൻ്റെ പരിപാവനമായ ദൗത്യത്തിന് വിരുദ്ധമാണ് എന്ന് നമ്മൾ ഈ സമൂഹം തിരിച്ചറിയുന്നു. ഇപ്രകാരമുള്ള പ്രവണതകളെ മുളയിലെ തന്നെ നുള്ളിക്കളയണം. അവിടെ ജാതിയോ വർണ്ണമോ വർഗമോ ഒന്നുമല്ല പ്രധാനം. മനുഷ്യ സമൂഹം എന്ന നിലയിൽ എല്ലാ മതത്തിലുമുള്ളവർ ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം തീവ്രവാദ ചിന്താഗതികളെ എതിർക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യണമെന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ അഭിപ്രായം.